കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ പൂർണ്ണം. മത്സ്യത്തൊഴിൽ മേഖലയിലും അനുബന്ധ മേഖലകളിലും പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. ബുധനാഴ്ച രാത്രി 12-നാണ് ഹർത്താൽ ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിന് LDF, UDF മുന്നണികൾക്കൊപ്പം ലത്തീൻ രൂപതകളും ധീവര സഭയും തീരദേശത്തെ വിവിധ മുസ്ലിം ജമാഅത്തുകളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയില്ല. മത്സ്യബന്ധന തുറമുഖങ്ങൾ, ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, മത്സ്യചന്തകൾ എന്നിവയുടെ പ്രവർത്തനം നിശ്ചലമായിരുന്നു. പ്രധാന കവലകളിലും മറ്റും മത്സ്യവ്യാപാരം ഉണ്ടായിരുന്നില്ല. ഇരുചക്രവാഹനങ്ങളിലും മത്സ്യവിൽപ്പന ഉണ്ടായിരുന്നില്ല. എന്നാൽ നിർബന്ധിച്ച കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്തില്ല. പ്രതിഷേധക്കാർ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തി. തീരദേശ ഹർത്താലിന്റെ ഭാഗമായി ചാവക്കാട് മേഖല ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മുല്ലത്തറ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, മത്സ്യത്തൊഴിലാളികളുടെ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ PA ഷാഹുൽ ഹമീദ്, സതീന്ദ്രൻ, MK ഷംസുദ്ദീൻ, VA ഷംസുദ്ദീൻ, KM അലി, ഹംസക്കുട്ടി മന്ദലാങ്കുന്ന്, സെയ്ദ് മുഹമ്മദ്, ചക്കര വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. KS അനിൽകുമാർ സ്വാഗതവും PK കബീർ നന്ദിയും പറഞ്ഞു.